ജില്ലയിൽ 1964 ചട്ടപ്രകാരമുള്ള പട്ടയ വിതരണത്തിന് വീണ്ടും ഹൈക്കോടതിയുടെ സ്റ്റേ. കോടതി നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെ പട്ടയ വിതരണത്തിന് നടപടി സ്വീകരിച്ചതെന്ന് കണ്ടെത്തിയാണ് പട്ടയ വിതരണത്തിന് വീണ്ടും വിലക്കേർപ്പെടുത്തിയത്. ഹർജിക്കാരുടെ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തതോടെ രൂക്ഷമായാണ് കോടതി പ്രതികരിച്ചത്. വിശദമായ സത്യവാങ്മൂലം നൽകാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി 10-നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ജില്ലയിൽ ചട്ടം ലംഘിച്ചും സർക്കാർ ഭൂമിയിലെ കയ്യേറ്റക്കാർക്കും 64-ലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകിയിട്ടുണ്ടെന്നാരോപിച്ച് വൺ എർത്ത് വൺ ലൈഫ് എന്ന പരിസ്ഥിതി സംഘടന നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് 2024 ജനുവരി 10-ന് പട്ടയ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ആദ്യം ഉത്തരവിടുന്നത്. 1964-ൽ രൂപീകരിച്ച ചട്ടമനുസരിച്ച് 1971 വരെ ഭൂമി കൈവശം വെച്ചവർക്ക് എങ്ങനെ പട്ടയത്തിന് അർഹതയുണ്ടാകുമെന്ന് സംശയമാണ് അന്ന് കോടതി ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി സത്യവാങ്മൂലം നൽകിയതോടെയാണ് 2 വർഷത്തിനു ശേഷം കഴിഞ്ഞ 23-ന് സ്റ്റേ നീക്കി ഉത്തരവിറങ്ങിയത്. 1964-ൽ ചട്ടം രൂപീകരിക്കുമ്പോൾ കട്ട് ഓഫ് തീയതി പറഞ്ഞിരുന്നില്ലെന്നും പിന്നീട് ദുരുപയോഗമുണ്ടാകുമെന്ന് കണ്ട് 1971 വരെ കൈവശമുള്ളവർക്ക് പട്ടയം നൽകാമെന്ന് ഭേദഗതി വരുത്തിയതാണെന്നായിരുന്നു റവന്യൂ വകുപ്പിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ പട്ടയവിലക്ക് നീക്കിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിപകർപ്പിൽ പട്ടയം നൽകുന്നതിന് കർശന ഉപാധികളാണ് വച്ചിരുന്നത്. 1971 ഓഗസ്റ്റ് 1-ന് മുൻപുള്ള കൈവശം തെളിയിക്കുന്ന രേഖകളുടെ നിജസ്ഥിതി പരിശോധിച്ച ശേഷം മാത്രമേ അപേക്ഷകൾ പരിഗണിക്കാവൂ എന്ന നിർദ്ദേശമാണ് ഇതിൽ പ്രധാനം. എന്നാൽ കുടിയേറ്റ ജില്ലയായ ഇടുക്കിയെ സംബന്ധിച്ച് ഈ മാനദണ്ഡം പാലിച്ച് അർഹരായവർക്കെല്ലാം പട്ടയം നൽകാനാകുമോ എന്ന് അന്നുതന്നെ നിയമവിദഗ്ധർ സംശയമുന്നയിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ വിലക്ക് നീങ്ങി 3 ദിവസത്തിനു ശേഷം ചെറുതോണിയിൽ നടത്തിയ പട്ടയമേളയിൽ അന്തിമ നടപടികൾ പൂർത്തിയാക്കിയ 1964-ലെ ചട്ടപ്രകാരമുള്ള 1000-ഓളം പട്ടയങ്ങളുൾപ്പെടെ 2077 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് പട്ടയ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ഇടപെടൽ ഒഴിവാക്കാമായിരുന്നുവെന്ന് കർഷക സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരം 1971-ന് ശേഷം അല്ലെങ്കിൽ 77-ന് മുമ്പുള്ള കൈവശക്കാർക്ക് മാത്രമേ പട്ടയം നൽകാനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ ഈ പട്ടയങ്ങൾ നൽകിയിട്ടുള്ളത്. സർക്കാർ കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്ന 2077 പട്ടയങ്ങൾ ഇതോടുകൂടി അസാധുകരിക്കപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഹൈക്കോടതി ഇറക്കിയ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ ഈ പട്ടയങ്ങൾ നൽകിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ മാനദണ്ഡങ്ങൾ ഉത്തരവുകളും ഇറക്കിക്കൊണ്ട് വേണം പട്ടയങ്ങൾ നൽകാനുള്ളതെന്നുള്ളത് കർഷക കോൺഗ്രസ് മുൻപേലെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ ആരോപണങ്ങൾ നിലനിൽക്കെ സർക്കാർ വീണ്ടും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പട്ടയങ്ങൾ വിതരണം ചെയ്തതാണ് ഹൈക്കോടതിയെ ചൊരിപ്പിടിച്ചിട്ടുള്ളത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എത്രയും വേഗം പട്ടയമേള നടത്താനായിരുന്നു സർക്കാരിന്റെ നീക്കം. അടുത്ത ദിവസം വീണ്ടും ഒരു പട്ടയമേള കൂടി നടത്താൻ നീക്കം നടത്തുന്നതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയുണ്ടായത്. സിറ്റി വിഷൻ, രാജകുമാരി.